അതായത് ഐ സെക്ഷൻ ഗ്രിഡേഴ്സ് ഓർ ബീംസ് എന്നാണ് ഹെഡിങ്. ഓക്കെ, കേൾക്കാലോ അല്ലേ? ഹലോ കാർത്തിക്, കേൾക്കാവോ? ഹലോ, ഐ സെക്ഷൻ ഗിർഡേഴ്സ് ഓർ ബീംസ് എന്ന് പറഞ്ഞാൽ ഐ സെക്ഷൻ ബീം. ബീം എന്ന് പറഞ്ഞാൽ എന്നാ? നമ്മൾ ഈ കെട്ടിടങ്ങളൊക്കെ പണിയുമ്പോൾ അല്ലെങ്കിൽ വീടുകളൊക്കെ പണിയുമ്പോൾ, അല്ലെ നിങ്ങളുടെ സ്കൂളിന്റെ ഒക്കെ 2ാം നില ഉണ്ടായി നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ മുകളിലെ നിൽക്കുന്ന ബീം ഇങ്ങനെ വാർത്ത് അതിന് വീതിയേക്കാൾ കൂടുതൽ ഇങ്ങനെ തിക്നെസ് ആയിട്ട് താഴേക്ക് വാർക്കുകളിൽ നിൽക്കുന്ന ഭാഗങ്ങൾ കണ്ടിട്ടുണ്ടോ? നീളപ്പാട് ബീമുകൾ കിടക്കണേ ഈ വാർക്കയിൽ ഇങ്ങനെ മോള് വശത്തോടെ. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ മതി. അതാണ് നമ്മൾ ആക്ച്വലി ഒരു ബീം എന്ന് പറയാം. ഒരു ബീം എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് ഈ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ മുകളിൽ വരുന്ന വെയിറ്റുകളെല്ലാം, മുകളിലോട്ട് 2ാം നില പണിതാലും 3ാം നില പണിതാലും എല്ലാം ആ വരുന്ന വെയിറ്റിനെ എല്ലാം താങ്ങി നിർത്താൻ പറ്റണം. ആർക്ക്? ഈ ബീമിന്. പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ബോഡിയിലേക്ക് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കും. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ നമ്മളതിലെ ഡീഫോമിങ് ഫോഴ്സ് എന്ന് പറയും. ഡീഫോമിങ് ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ അതിനൊരു വ്യത്യാസം സംഭവിക്കും. ഇപ്പൊ ഞാൻ പറയാണ്, ഇങ്ങനെ കൃത്യമായി കുറേ നാള് മോളിൽ നിന്ന് ഇങ്ങനെയുള്ള വെയിറ്റ് വന്നോണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്നാ പറ്റുമെന്ന് ചോദിച്ചാൽ, ആക്ച്വലി ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന ഈ ബീം ആണെങ്കിൽ ആ ബീം ഇങ്ങനെ വളയും. മനസ്സിലായോ? ഇപ്പം എന്നാ പറയണേ, നമ്മുടെ കെട്ടിടമാണെങ്കിൽ കെട്ടിടം അല്ലെങ്കിൽ അതിന്റെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളെല്ലാം നഷ്ടമാകും. അപ്പൊ ആദ്യം ആക്ച്വലി നിന്നിരുന്നത് ഇത്രയാണെങ്കിൽ ഇവിടെ ഒരു ഇത്രയും ഡിപ്രഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡെൽറ്റ കൊണ്ടാണ്. ഇത്രയും ഹൈറ്റിന്, അതായത് ആദ്യം ഇരുന്ന ബീമിന്റെ സെന്ററിൽ നിന്ന് എത്രമാത്രം അത് വളഞ്ഞു അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഡെൽറ്റ അല്ലെങ്കിൽ ഡിപ്രഷൻ. അപ്പം ഇനി പറയുന്നത് ഈ ഡിപ്രഷൻ ഡ്യൂ ടു എ കണ്ടിന്യൂസ് ലോഡ് in a beam, the value of depression delta is equal to W into length of the beam all raised to 3 divided by 4 BD cube Y എന്നാണ്. ഇതെന്നാന്നറിയാവോ? ഓരോ ടേമുകളും. W എന്ന് പറഞ്ഞാൽ എന്നാ? നമ്മൾ അപ്ലൈ ചെയ്ത മുകളിൽ നിന്ന് വരുന്ന വെയിറ്റ്. W എന്ന് പറഞ്ഞാൽ M ഇൻറ്റു G ആണെന്നറിയാം. അപ്പൊ വേണമെങ്കിൽ mgl ക്യൂബ് ഡിവൈഡഡ് ബൈ 4 BD ക്യൂബ് Y. ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യം കേട്ടോ. അതാണ് ഡെൽറ്റ അല്ലെങ്കിൽ ഡിപ്രഷൻ അറ്റ് ദ സെന്റർ ഓഫ് എ ബീം. ഇനി എങ്ങനെ ഇത് കുറയ്ക്കാം? ഹൗ ക്യാൻ ബി ഡിക്രീസ് ദ ഡിപ്രഷൻ അറ്റ് ദ സെന്റർ ഓഫ് എ ബീം? ഇപ്പൊ നമുക്കറിയാം, ഇവിടെ മുതൽ ഇവിടം വരെയാണ് നമ്മുടെ കെട്ടിടത്തിന്റെ നീളമെങ്കിൽ എല്ലിനകത്ത് മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല. പിന്നെ ഇവിടെ നോക്കിയേ, ബി കൂട്ടാം, ഡി കൂട്ടാം, വൈ കൂട്ടാം. ബി കൂട്ടിയ ഡിപ്രഷൻ കുറയും, ഡി കൂട്ടിയ ഡിപ്രഷൻ കുറയും, വൈ കൂട്ടിയ ഡിപ്രഷൻ കുറയും. അപ്പൊ ആക്ച്വലി നമ്മളുടെ ബീം ഇപ്പം ഇങ്ങനെ ഇരിക്കുക നോക്കട്ടെ. ഇത് നമ്മൾ ഈ പറഞ്ഞതുപോലെ കുറച്ച് നാളിങ്ങനെ നേരെ നിന്ന് കഴിഞ്ഞാൽ എന്നാ പറ്റും? അതിന്റെ മോള് വശത്തിന് ഒരു ഡെൽറ്റ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചാല്, ഈ പറയുന്ന ഇക്വേഷൻ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഡി കൂടിയാലും ബി കൂടിയാലും ഡിപ്രഷൻ കുറയ്ക്കാം. ഇതാണ് ഈ ബക്ലിംഗ് എന്ന് പറഞ്ഞ് ഞാൻ വരയ്ക്കണേ കേട്ടോ.
ആ നടുവ് ഇങ്ങനെ ഇതിന്റെ ഇലാസ്റ്റിക് രീതിയിൽ നിന്ന് ഒരു ഡെൽറ്റ വ്യത്യാസം വന്നു. അതിനാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഐ സെക്ഷൻ ഗ്രിഡേഴ്സിലെ ബീമുകൾ ഉണ്ടാക്കും. ബിക്കോസ് ഡി കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ 3 റേസ് ടു അല്ലേ, ഡെൽറ്റ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/d³ എന്നാവും. അപ്പൊ ചെറുതായിട്ടൊരു ഡെപ്ത് കൂട്ടിയാൽ, ഡെപ്ത് അല്ലെങ്കിൽ ഡി ഡെപ്ത് അല്ലെങ്കിൽ തിക്നെസ് കൂട്ടണം. അപ്പം വീതി ചെറിയൊരു ഫാക്ടറുകൾ, ഇപ്പം 2 മീറ്റർ വലുതാണെങ്കിൽ 2 വരും. പക്ഷെ ഇത് 2 മീറ്റർ തിക്നെസ് ഉണ്ടെങ്കിൽ അതൊരു 3 ആയി കഴിഞ്ഞാൽ 3 × 3 × 3 3 × 3 9 × 3 27. അത്രയും മടങ്ങ് ഡിപ്രഷനെ കുറയ്ക്കാൻ പറ്റും. സോ നമ്മൾ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബീമുകളെ ഐയുടെ ഫോമുകളിൽ ഉണ്ടാക്കിയെടുക്കും. അതുകൊണ്ടാണ് ശരിക്കും പറയണ ഐ സെക്ഷൻ ഗ്രിഡേഴ്സ് എന്നൊക്കെ പറയാൻ കാരണം. നിങ്ങൾ ഈ മെട്രോയുടെയൊക്കെ അല്ലെങ്കിൽ വലിയ വലിയ എന്തെങ്കിലും വണ്ടികളൊക്കെ പോകുന്ന ഇത് നോക്കിയാൽ, പാലങ്ങളൊക്കെ ഉണ്ടാക്കുന്ന നോക്കിയാൽ അറിയാം, ഒരു ഈ ഫോമിലൊക്കെ ആയിരിക്കും അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. കണ്ടിട്ടുണ്ടാകും എവിടെയെങ്കിലും, ഇല്ലേ പാലാരിവട്ടം പാലം എവിടെയെങ്കിലും നോക്കിയാൽ മതി, ഈ ഒരു ഫോമിലായിരിക്കും, ഇതിന്റെ മുകളിലൂടെ ആയിരിക്കും റോഡ് പോകുന്നത്. അപ്പൊ ഇത് ശരിക്കും ഏത് ലെറ്ററിനോട് നമുക്ക് ശരിക്കും ഐ പോലെയല്ലേ ഇരിക്കണേ? ഇത് നോക്കി, ക്യാപിറ്റൽ ഐ എന്ന് പറയുന്ന ലെറ്റർ അല്ലേ ആക്ച്വലി ഇത്. അങ്ങനെയാണ് ഇതിന് ഈ പേര് വന്നത്, ഐ സെക്ഷൻ ഗ്രിഡേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഐ സെക്ഷൻ ബീം എന്ന് പറയും. നമ്മൾ ഈ പറഞ്ഞ പോലെ എന്നാണ് അവിടെ ചെയ്യുന്നത്? വി ഇൻക്രീസ് ദ തിക്നെസ്. സോ ദ തിക്നെസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് ഓഫ് ദ തിക്നെസ്. സോ വി ക്യാൻ അവോയ്ഡ്, ഇങ്ങനെ ചെയ്യുന്നതിനെ എന്നാ പറഞ്ഞേ, വി ക്യാൻ അവോയ്ഡ് ദ ബക്ലിംഗ്. ആ വാക്കാണ് ചോദിക്കുന്നത് പരീക്ഷയ്ക്ക്. വാട്ട് ഈസ് മീൻ ബൈ ബക്ലിംഗ് എന്നൊക്കെ ചോദിച്ചാൽ, ബക്ലിംഗ് കുറയ്ക്കാനുള്ള ഒരു മാർഗമാണ് ഞാൻ പറഞ്ഞത്. എന്ത്? നമ്മൾ ഉപയോഗിക്കുന്ന ബീമിന്റെ തിക്നെസ് കൂട്ടുക. വെൻ വി ഇൻക്രീസ് ദ തിക്നെസ്, എന്നാ പറ്റും? ഡെൽറ്റ ഈസ് ഡിക്രീസ്ഡ്. ഡിപ്രഷൻ അറ്റ് ദ സെന്റർ ഓഫ് എ ബീം എന്നാ പറഞ്ഞത്. ഡിപ്രഷൻ at the center of the beam is decreased. Okay, clear? അപ്പൊ നമുക്ക് എന്ത് പറ്റും? ഡെൽറ്റ കുറച്ച്. പിന്നെ വേറൊരു കാര്യം ഇവിടെ ഇല്ല. ഇവിടെ നോക്കി, ഇതിപ്പം ഇങ്ങനെ പണിതുന്നതിനേക്കാൾ കൂടുതൽ മെറ്റീരിയൽ ലാഭമില്ലേ? ഇത്രയും ഇവിടെ വേണ്ടെന്ന് പറയുമ്പം ഒരുപാട് ലാഭമായില്ലേ മെറ്റീരിയൽ. ഇപ്പൊ കോൺക്രീറ്റ് ഒക്കെ ആണെങ്കിൽ വലിയ പാലാണ്, എത്തിയൊരു ലാഭം നോക്കി. സോ അങ്ങനെ ഒരു ഉപയോഗം കൂടെ ഉണ്ട്. സോ നമുക്ക് എന്നാ പറയാം, മെറ്റീരിയൽ ലോസ് കുറയാൻ, അല്ലെങ്കിൽ റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ്, യു ക്യാൻ റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് കോസ്റ്റ് എന്നോ, അല്ലെങ്കിൽ ദ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ. ശരിയല്ലേ? മെറ്റീരിയൽ കുറഞ്ഞാലല്ലേ പൈസ കുറയുള്ളൂ. മെറ്റീരിയൽ കുറയുന്നത് ഈ പടം ഇങ്ങനെ 3 എണ്ണം ഒരുമിച്ച് അടുപ്പിച്ച് 3 ആയിട്ട് ഒരു പേജ് വരച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് 3 എല്ലാ കാര്യം കൃത്യമായിട്ടുണ്ട്. ഇതിങ്ങനെ ഫിഗർ 1 ആയിട്ട്, ഇത് ഫിഗർ 2 ആയിട്ട്, ഇത് ഫിഗർ 3 ആയിട്ട് പരീക്ഷയ്ക്ക് വരുമ്പം പേപ്പറെ ഇങ്ങനെ നേരെ തന്നെ അങ്ങ് വരച്ചാൽ മതി, ഒരേ ഹൈറ്റിൽ ഇങ്ങനെ, കേട്ടോ. അത് വരച്ച് ഇങ്ങനെ ഈ ഇക്വേഷൻ ഒക്കെ കൊടുത്താൽ എഴുതി കഴിയുമ്പോൾ ബ്യൂട്ടിഫുൾ ആൻസർ ആവും. ഐ സെക്ഷൻ ബീം ഓർ ഗിർഡേഴ്സ്. നിങ്ങൾ ആ വാക്ക് കേട്ടിട്ടില്ലായിരിക്കും, അതുകൊണ്ട് ഞാൻ വാക്കിന്റെ പടം ഇട്ടെ. പ്രത്യേകിച്ചൊന്നുമില്ല, പുറത്തൊക്കെ നമ്മളിങ്ങനെ ഈ രീതിയിലുള്ള പാലങ്ങൾ പണിതേച്ച് ഇതിന്റെ മുകളിലൂടെയൊക്കെ ഇങ്ങനെ ബ്രിഡ്ജുകളും ഇങ്ങനെയൊക്കെ വെക്കുന്നതിനെയാണ് നമ്മൾ ഈ ഗിർഡേഴ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി അതൊരു ബീം തന്നെയാണ്, തിക്നെസ് കൂടിയ ബീമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതൊരു ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആയിട്ടൊക്കെ ചോദിക്കുന്നത്, ആപ്ലിക്കേഷൻ ഓഫ് ദ ഇലാസ്റ്റിക് ബിഹേവിയർ. അങ്ങനെ വരുന്നതിനകത്ത് മറ്റൊരു ചോദ്യം, ഇതിപ്പോ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ഒരു ചോദ്യം ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ പറയല്ലേ എന്നതാ, ക്രെയിൻ എന്ന് കേട്ടിട്ടില്ലേ? ക്രെയിൻ, അല്ലെങ്കിൽ നമ്മളിപ്പം കപ്പലിലോട്ടൊക്കെ സാധനം എടുത്തു വെക്കുന്ന വലിയ ക്രെയിനുകളില്ലേ? വലിയ ക്രെയിനുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഈ വയർ ഏതാന്നൊക്കെ ചോദിക്കും. മനസ്സിലായോ? വലിയ വെയിറ്റ് എടുക്കാൻ ഉപയോഗിക്കുന്ന വയർ ഏതാന്ന് അറിയാമോ നിങ്ങൾക്ക്?
സ്റ്റീലാണ്. അയ്യോ അറിയത്തില്ലായിരുന്നു, പറഞ്ഞാലും സ്റ്റീലാണ്. മാത്രമല്ല ഇത് നാര് പോലെയാ, ഫൈബർ പോലെ ഇരിക്കും ഓരോന്ന്, മനസ്സിലായോ? എന്നിട്ട് ചുറ്റി ചുറ്റിയാണ് ഓരോന്ന് തമ്മി വെക്കണം. അല്ലാതെ ഒറ്റ ഇതല്ല. ഒറ്റ ഇതാണെങ്കിൽ എന്നാ പറ്റും, അത് പെട്ടെന്ന് ബ്രിട്ടിലായി പോകും, മനസ്സിലായോ? അപ്പൊ പല പല നാരുകൾ കൂട്ടിപ്പിടിപ്പിച്ചാല് അതിന്റെ ഈൽഡ് സ്ട്രെങ്തും കൂടും. കൃത്യമായിട്ട് ഉത്തരം എഴുതണം. അതുപോലെ തന്നെ അതിന്റെ ഫ്ലെക്സിബിലിറ്റിയും കൂടും. വേണ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കാം, ഏതെങ്കിലും ഒരു സദനത്തിന്റെ അല്ലെങ്കിൽ ഒരു ഈവൻ നമ്മൾ മുകളിലോട്ട് കയറി പോണ പോലെ ലിഫ്റ്റിന്റെ വയറ് സ്റ്റീലിന്റെ നാരുകൾ യോജിപ്പിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, സ്റ്റീലിന്റെ ഒറ്റ റോഡല്ല. എന്തുകൊണ്ടാ കാർത്തി? ഇഫ് യു ആർ യൂസിങ് tin fibers of steel ഉപയോഗിക്കുന്നതിന്റെ കാര്യം തന്നെ ഇറ്റ് ഹാസ് ഹൈ യങ്സ് മോഡുലസ്, and by using steel fiber we can increase the yield strength and also the flexibility of the wire. Okay, ആ ചോദ്യം അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. In lifting heavy loads we use metal ropes in the form of thin wires braided together. Why? എന്തുകൊണ്ടാണ് തിൻ ഫൈബറുകൾ ചുറ്റിയെടുത്തിരിക്കുന്നത് ഹെവി ലോഡുകൾ ഉയർത്താൻ? അപ്പോൾ വേണമെങ്കിൽ ഹെഡിങ് എഴുതിക്കോ, ആപ്ലിക്കേഷൻസ് ഓഫ് ഇലാസ്റ്റിക് ബിഹേവിയർ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓഫ് ഇലാസ്റ്റിറ്റി എന്നോ, ആപ്ലിക്കേഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഇലാസ്റ്റിക് ബിഹേവിയർ. നല്ല ചോദ്യമാണ്. പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. എഴുതിയെടുക്കാവോ? ഒരു സ്ക്രീൻഷോട്ട് ഇട്ടേ. നിങ്ങൾ ഒരു ആൻസർ ഫോമിലേക്ക് എഴുതണം കേട്ടോ. ബൈ യൂസിങ് എന്നാ പറയണേ, സ്റ്റീലിന്റെ തിൻ വയർ ഓഫ് അല്ലെങ്കിൽ തിൻ ഫൈബർ ഓർ വയർ എന്ന് എഴുതിയാൽ മതി. വയേഴ്സ് ഓഫ് സ്റ്റീൽ വി ക്യാൻ ഇൻക്രീസ് ദ എന്നാ പറ്റും, increase the yield strength and also the flexibility. Okay. അല്ലെങ്കിൽ ഒരു കട്ടിയായിട്ട് ഉള്ള ഒരു വയറാണ് എന്നാ പറ്റും, ഒരെണ്ണം തന്നെയാണെങ്കിൽ അതങ്ങോട്ട് കമ്പിയാണെങ്കിൽ അത് പൊട്ടിപ്പോവും, അതിന്റെ സ്ട്രെങ്ത് പോവും. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതങ്ങ് വലിഞ്ഞ് നീണ്ടുപോകും, മനസ്സിലാവോ? പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ എന്നൊക്കെ പറയല്ലേ, തിരിച്ചു വരാൻ പറ്റാതെ പൊട്ടിപ്പോവും, അല്ലെ ബ്രിട്ടിലായി. ഏതായാലും എഴുതിയാൽ കൊള്ളാം, അങ്ങനെ പറയാം. അതുപോലെ തന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ ആണ് ഐസെക്ഷൻ ബീം. എന്തുകൊണ്ടാണ് ബീമുകൾക്ക് തിക്നെസ് കൂടുതൽ എന്നൊക്കെ ചോദിച്ചാൽ ആ ഉത്തരം എഴുതാം. ഇനി ഒരു ആപ്ലിക്കേഷൻ 2 പ്രാവശ്യം ചോദിച്ചൊരു ആപ്ലിക്കേഷൻ ആണ് ഒരെണ്ണോടെ ഉണ്ട്, അത് ഡിസ്കസ് ചെയ്ത് നിർത്തിയേക്കാം. എഴുതിയെടുത്തേം പറയട്ടോ. എഴുതിയാ മുഴുവൻ വായിച്ചോട്ടെ. അടുത്ത ചോദ്യം ഇതാണ്, പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ഹൈറ്റ് ഉള്ള മൗണ്ടെയിൻ, ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ നമ്മളുടെ ഇവിടെ? നമ്മൾ പറയുന്ന ഏറ്റവും ഹൈറ്റ് ഉള്ള ഏതിനാ? എവറസ്റ്റിനല്ലേ. എവറസ്റ്റിന്റെ ഹൈറ്റ് എത്രയാ നിങ്ങൾക്ക് അറിയാവോ? ഏറ്റവും ഹൈറ്റ് ഉള്ള മൗണ്ടെയിൻ എവറസ്റ്റിന്റെ ഹൈറ്റ് അറിയാവോ? ചോദിച്ചാ എവറസ്റ്റിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാല് എവറസ്റ്റിന്റെ ഹൈറ്റ് അപ്രോക്സിമേറ്റ്ലി 9 കിലോമീറ്റർ. കുഴപ്പമില്ലല്ലോ. ഈ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നു എവറസ്റ്റിന്റെ ഹൈറ്റ് കൂടിക്കൂടി വരുന്നു എന്ന് എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? എവറസ്റ്റിന്റെ ഹൈറ്റ് പണ്ടത്തെക്കാളും കൂടി വരുന്നു എല്ലാം വായിച്ചിട്ടുണ്ടോ? പക്ഷെ ഇതാണ്, ലോകത്തിലെ എവിടെയാണേലും ഏത് മൗണ്ടെയിൻ ഉണ്ടെങ്കിലും അതിന്റെ ഹൈറ്റ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കിലോമീറ്റർ ആയിരിക്കും, ഏതൊരു മൗണ്ടെയിൻ്റെ ആണ്. ഇങ്ങനെ പല പല ചോദ്യങ്ങൾ ചോദിക്കും. എന്തുകൊണ്ടാണ് എവറസ്റ്റിന്റെ ഹൈറ്റ് 10 കിലോമീറ്റർ ആവാത്തത്? എന്തുകൊണ്ടാണ് പല മൗണ്ടെയിനുകളുടെയും ഇതുപോലെ തന്നെ
അല്ലെങ്കിൽ അതിന്റെ ഹൈറ്റ് ഈ ഒരു പരിധി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ടോ എന്നൊക്കെ ചേരുന്ന ചോദ്യങ്ങൾ വരും. അതിപ്പോ ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമുക്കറിയാം പാറ കൊണ്ടാണ് ഈ സാധനം ഉണ്ടായിരിക്കുന്നത്. അപ്പം റോക്കിന്റെ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് 30 × 10⁻⁷ Nm/m². അത്രയും പറ്റും. അല്ലെങ്കിൽ അതിന്റെ സ്ട്രെസ്, അതിനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് 30 × 10⁻⁷ Nm/m². ഈ റോക്കിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 3 × 10⁻³ kg/m³. നമുക്കൊരു കാര്യം ചെയ്യാം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ വലിയ കാൽക്കുലേഷൻ 10 ആയിട്ട് എടുക്കാം. അങ്ങനെയെങ്കിൽ ഒരു മൗണ്ടെയിൻ ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, അത് താഴത്തോട്ട് കൊടുക്കുന്ന പ്രഷർ ഉണ്ടല്ലോ, അത് ഇലാസ്റ്റിക് ലിമിറ്റിനേക്കാൾ കുറവായിരിക്കണം. അല്ലേ? പൊടിഞ്ഞു പോയല്ലേ, പൊട്ടിപ്പോയല്ലേ അടി മുഴുവൻ. ദ പ്രഷർ അപ്ലൈഡ് ബൈ ദ മൗണ്ടെയിൻ ഈസ് ഓൾവേസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ ഇലാസ്റ്റിക് ലിമിറ്റ് ഓഫ് ദ റോക്ക്. അല്ല എന്നാ പറ്റും, അടി അങ്ങ് പൊട്ടിപ്പോവും, ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് താഴത്തേക്ക് പോകും. പക്ഷെ ഈ എവറസ്റ്റ് ഒക്കെ അവിടെ സ്റ്റേബിൾ ആയിട്ട് നിപ്പുണ്ട്. അതിന്റെ കാരണം ഇതാണ്, സ്റ്റേബിൾ ആയതിന്റെ എല്ലാ ഹൈറ്റ് ഞാൻ ഈ പറഞ്ഞ 10 കുറവായിരിക്കും. ചെയ്ത് കാണിച്ചു തരാം. പ്രഷറിന്റെ ഇക്വേഷൻ എന്നാ? H × ρ × G അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു പ്രഷർ H ρg ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റ് എത്രയാ? തന്നായിരുന്നു. H × ρ × G ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 × 10⁻⁷ Nm/m². H എത്രയാണെന്നാ കണ്ടുപിടിക്കേണ്ടത്. H എപ്പോഴും കുറവായിരിക്കും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 × 10⁻⁷ ഡിവൈഡഡ് ബൈ റോ എത്രയാന്ന് തന്നെ 3 × 10⁻³ × G 10 ആയിട്ട് എടുത്താൽ 10. ചെയ്തേ. H ലെസ് ദാൻ ഓർ ഈക്വൽ ടു എത്ര കിട്ടും നോക്കിയേ? അപ്രോക്സിമേറ്റ്ലി 10⁻⁴ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇൻ മീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു H ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 × 10⁻³ കിലോമീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു H ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കിലോമീറ്റർ. ചെയ്ത് നോക്കാവോ? വളരെ നല്ലൊരു ചോദ്യമാണ്. ഈ ഒരു കാര്യം അറിയത്തില്ല, ഒരിക്കലും ഉത്തരം ചെയ്യാനും പറ്റില്ല. ദ പ്രഷർ, മുകളിൽ നിന്ന് ഈ മൗണ്ടെയിൻ താഴേക്ക് അപ്ലൈ ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് ഓൾവേസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദ മൗണ്ടെയിൻ. അത് 10 അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കിലോമീറ്റർ ആയിരിക്കും. ഇലാസ്റ്റിക് ലിമിറ്റിന് താഴെയാണെന്ന് ഓർത്ത് വേഗം ചെയ്യാൻ. അപ്പൊ H കിട്ടും. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എവറസ്റ്റിന്റെ അപ്രോക്സിമേറ്റ് ഹൈറ്റ് ഇപ്പം 8849 മീറ്റർ എങ്ങാണ്ട്, അതായത് 8.849 കിലോമീറ്റർ വരും. 10 താഴെയല്ലേ? മനസ്സിലായി എന്തുകൊണ്ടാന്ന്? ആ ചോദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു എവിടെയെങ്കിലും? ചോദിച്ചാ കേട്ടോ, നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ നമ്മുടെ +2 ചെയ്യിപ്പിച്ചാണ് നിങ്ങളെ. ചോദിച്ച ചോദ്യമാണത്. നല്ല രസമുണ്ടായി ചെയ്യാൻ, അതുകൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചത്. മേ ബി അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. ഏത് ചാപ്റ്ററിൽ നിന്ന് എവറസ്റ്റിന്റെ ഹൈറ്റിന്റെ 10 കിലോമീറ്റർ താഴ്ച നമ്മൾ ഇങ്ങനെ ആലോചിച്ചിരിക്കും, മണിക്കൂറുകളോളം സമയം പോകും. അതുകൊണ്ടാന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഒരു റബ്ബർ ബാൻഡിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരയ്ക്കാം. ഹൂക്സിലോ പറഞ്ഞ് നിങ്ങൾ ചോദ്യങ്ങൾ കേട്ടായിരുന്നോ? ഷിയർ സ്ട്രെസ്, യങ്സ് മോഡുലസ്, പല മെറ്റീരിയൽ എന്ന യങ്സ് മോഡുലസ് കൂടിയതിനായിരിക്കും വെലോസിറ്റി കൂടുതൽ. സെയ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ തന്നെയാണ്. അത് നൈഫ് എഡ്ജിന്റെ അപ്പറേ ഇപ്പറേയും വെയിറ്റ് വെച്ച് നടുക്കോട് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ മുമ്പേ പഠിച്ച mgL3/4. അടുത്തത് ചോദ്യം എന്നാ? ഒരു റബ്ബർ ബാൻഡ് ക്യാൻ ബി പുൾഡ് ടു സെവറൽ ടൈംസ് ഇറ്റ്സ് ഒറിജിനൽ എന്ന് പറഞ്ഞ എന്നാ പല പ്രാവശ്യം അതിനെ വലിച്ചു നീട്ടി അല്ലേ, ടു ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്.
അപ്പൊ അതിന് ഡീഫോർമേഷൻ വല്ലതും പറ്റിയോ? ഇല്ല. അപ്പം നമ്മൾ മുമ്പേ വരച്ച പോലെ നമ്മളുടെ ഇവിടുന്ന് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിലൂടെ ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു കഴിഞ്ഞാല് അപ്പൊ ലോഡ് ചെയ്യുമ്പോഴാണ് ഇങ്ങോട്ടെങ്കിൽ തിരിച്ചത് അതിന്റെ അതേ അവസ്ഥയിൽ വരും. മനസ്സിലായോ? നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. തിരിച്ചത് അതിന്റെ അതേ അവസ്ഥ തിരിച്ചു വരും. അൺലോഡിങ് ആണ്. ശരിക്കും ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്. അതായത് പോയിച്ച് തിരിച്ചു വരുമെന്ന് ഞാൻ അങ്ങ് കാണിക്കാൻ വേണ്ടി ആദ്യം വരച്ചാണ്. ഞാൻ കൃത്യമായിട്ട് വരച്ചു കാണിക്കാം. ഈ ഹിസ്റ്ററിസ് ഗ്രൂപ്പ് ഒരു വാള് പോലെ വരയ്ക്കണം. കണ്ടോ? വൃത്തിയായിട്ടൊക്കെ വരയ്ക്കാൻ കണ്ട. ഇത് ലോഡിങ്, ഇത് അൺലോഡ്. എക്സ് ആക്സിസ് വൈ ആക്സിസ് ഏതായിരിക്കും? ഇത് സ്ട്രെസ്, ഇതാണ് the stress strain graph of a rubber branch. അടുത്തത് rope of cranes is made up of number of thin wires braided together. ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം രണ്ടു പറഞ്ഞ ചോദ്യ. rope of ക്രെയിനുകളുടെ വയർ is made up of number of thin wires ബ്രെയ്ഡഡ്, നെയ്യുക എന്നൊക്കെ കേട്ടോ, ചുറ്റി എടുക്കുക. എംബ്രോയിഡറി എന്നൊക്കെ പറയാം. എംബ്രോയിഡറി ടുഗദർ വൈ. എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞേ? ഹെവി ലോഡ്സ് എടുക്കണം. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ അതിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയും കൂടുതൽ ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടി ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ചോദ്യമൊക്കെ ചോദിക്കാം കേട്ടോ. ഒരു ഗ്രാഫ് തന്നിരിക്കുകയാണ് ABCD എന്ന് വരച്ചിട്ട് ഈ യങ്സ് മോഡൽസ്. ഇവിടെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട് A, ഇവിടെ ഒരു പോയിന്റ് വന്ന് B, ഇവിടെ ഒരു പോയിന്റ് വന്ന് C, ഇവിടെ ഒരു പോയിന്റ് വന്ന് D, ഇവിടെ ഒരു പോയിന്റ് വന്ന് E. ഒന്നാമത്തെ ചോദ്യം, ഇലാസ്റ്റിക് ലിമിറ്റ് ഏതാന്ന്? ഇതിൽ ഏത് ലെറ്റർ ആണ് ഇലാസ്റ്റിക് ലിമിറ്റ്? ഗ്രാഫിലെ ഇലാസ്റ്റിക് ലിമിറ്റ് ഏതാണ്? ഇലാസ്റ്റിക് ലിമിറ്റ് ഏതാ ഇതിനകത്ത്? പോയി പഠിക്കണം കേട്ടോ. ബി അല്ലേ? ആദ്യത്തെ എന്നായിരുന്നു? അവിടം വരെ ഹൂക്സ് ലോയും വാലിഡ് ആണ്. അത് തിരിച്ച അവസ്ഥയിൽ വരികയും ചെയ്യും. ഇവിടെ ഹൂക്സ് ലോ വാലിഡ് അല്ല, പക്ഷെ തിരിച്ച അവസ്ഥ വരും. അതാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. അടുത്തത് ഫ്രാക്ചർ പോയിന്റ്. ഇതിനകത്ത് ഫ്രാക്ചർ പോയിന്റ് ഏതാ? വെരി ഗുഡ്, അതറിയാൻ പറ്റും. ഫ്രാക്ചർ പോയിന്റ് ഈ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് സ്ട്രെങ്തോ അങ്ങനെയാണല്ലേ നമ്മൾ എഴുതിയേ എന്ന് പറയണത്. ഇത്രയേ ഉള്ളൂ. ആകെ ഈ ചാപ്റ്ററിന് ഇത്രയും ചോദ്യമൊക്കെ ചോദിക്കുള്ളൂ. സ്ട്രെസ് 2 മടങ്ങാക്കിയാൽ യങ്സ് മോഡുലസ് എത്രയാകും? അത് തിയറി ചോദ്യം. സ്ട്രെസ് റിക്വയർഡ് ടു ഡബിൾ ദ ലെങ്ത് ഓഫ് എ വയർ. ഒരു വയറിന്റെ ലെങ്ത് ഡബിൾ ആക്കാൻ സ്ട്രെസ് ഇരട്ടിയാക്കണമെങ്കിൽ യങ്സ് മോഡുലസ് എത്രയാകും? ഇങ്ങനെ ഞാൻ ഇരട്ടിയാകും എന്ന് പറയാൻ കാരണം stress required to double the length of the wire നിങ്ങൾക്ക് അങ്ങനെയല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ ചോദ്യം ഒന്ന് എഴുതട്ടെ, സമയമുണ്ടോ?
stress required to double the length of a wire of Young's modulus y is dash എന്നാണ് ചോദ്യം. ഓപ്ഷൻ തന്നേക്കുവാണ് y/2 2y y 4y. എന്നാ ചോദ്യം? എന്നാ ചോദ്യം? Stress by strain y is equal to y is equal to stress by strain. 2 മടങ്ങാക്കി എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിൻ. 12/L equal to stress സ്ട്രെസ് അറിയത്തില്ല. അപ്പം 12/L L 2y equal to stress. 2L വേണോ? അതിനാ അല്ല L/L വൈകിട്ട് ലെങ്ത് 2 മടങ്ങാക്കി എഴുതണ്ടേ? അപ്പൊ 12 എന്നല്ലേ ചേഞ്ച് ഇൻ ടൈം. ഓ ശരിയാടോ, L/L എങ്ങനെയാന്ന് മനസ്സിലായോ? മനസ്സിലായോ? ഇല്ല. അങ്ങനെ മനസ്സിലായല്ലേ, നല്ല ഐഡിയ ആണ്. എന്നാ ചോദ്യം എന്ന് പറഞ്ഞേ? y ആയിരുന്നല്ലേ യങ്സ് മോഡുലസ്. ലെങ്ത് എത്രയായിന്നാ പറഞ്ഞേ? 12 ആയി അല്ലേ? നമ്മൾ എന്നാ എഴുതിയ? y is equal to stress by strain. ആർത്തിയ പോയിന്റ് പറഞ്ഞപ്പോ എനിക്ക് ഐഡിയ കിട്ടി. സ്ട്രെയിൻ that is equal to stress divided by changing length by original length അല്ലേ? ചേഞ്ചിങ് ലെങ്ത് എത്രയാ? ആദ്യം 12 എല്ലായിരുന്നത് 12 ആവുമല്ലേ? അപ്പൊ 12 മൈനസ് L എത്രയാ? മനസ്സിലായോ? അപ്പൊ ഡെൽറ്റ L എത്രയാകും? സ്ട്രെസ് by L/L that is equal to y. Stress is equal to y. Karthi, congratulations. Very nice answer. ചുമ്മാ പറഞ്ഞായിരുന്നോ അങ്ങനെ? അങ്ങനെയൊന്നുമില്ല. ഇല്ല, ഇങ്ങനെ L/L വരും എന്ന് വന്നാലേ y ആവുള്ളൂ എന്ന് എനിക്കും അറിയാം. പക്ഷെ അത് വരുന്നത് ഇങ്ങനെയാന്ന് ഉദ്ദേശിച്ചായിരുന്നോ? 2 മടങ്ങിന്ന്. അതാ അപ്പൊ കുഴപ്പമില്ല. എനിവേ വെരി നൈസ്.